നവാഗതനായി ദാവീദിൻ സുതയിൽ ജാതം ചെയ്തുലകത്തെ രക്ഷിച്ചോന്തൻ ഈശനുമീ മർത്യന്മാർഗം മധ്യമജ ജ്വാലയണിഞ്ഞോന്തനുവേന്തി ഞങ്ങളെ സംരക്ഷിപ്പാനായി മാനവരൂപം പൂണ്ടോനാശ്ചര്യം 9 മാസം ചെന്നപ്പോൾ ജനനി മുദ്രക്കേതും നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയുടെ ശാപം. പലതരമുപദേശങ്ങളകോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോ ധന്യേ. പരീക്ഷണ പൗലോസ്ലേഖായ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. ശ്രീഹോടെ സ്തുതിയും നമ്മുടെ മേലത്തിന് അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്തൻ മുഖാന്തരം അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിക്ക് വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദേവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദിജാതനെ പിന്നെയും ഭൂലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ഞാൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലിയെ തൻ്റെ ശുശ്രൂഷകരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദജലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവെ, നീ പൂർവ്വകാലത്തേക്ക് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുമില്ല എന്നും പറയുന്നു. ആഹായി പാർക്കുമോ. വീരഭുമാനവതാരത്താൽ നന്നായി ചെയ്തെന്നേവം ശിയോനോടോതി. ഹല്ലേലൂയ. നമ്മുടെ വായിക്കപ്പെടുന്ന നമ്മുടെ വിശ്മിഷയുടെ വിശുദ്ധേവങ്കിനുമല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധേവങ്കേലിയോൻ ലോകത്തിന് ജീവന്റെ വിഷയം പ്രസംഗിക്കുന്ന പ്രസംഗകനായ മോർ ലൂക്കോസ് ബ്രോനോയിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷിക്കാതിനയച്ചവന സ്തുതികളും നാം എല്ലാവരുടെ മേലത്തിന് അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവനോ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് വൈപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കാലത്തെ അഗസ്തോസ് കൈസറിൽ നിന്ന് തൻ്റെ ആധിപത്യത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം പേർ വഴി ചാർത്തപ്പെടുവാമെന്ന് ഒരു കൽപ്പന ഉണ്ടായി. കുറിനോസുറിയായിൽ നാടുവാഴിയായിരിക്കുമ്പോൾ ഇത് ആദ്യത്തെ പേർ വഴി ആയിരുന്നു. സ്വന്തം പട്ടണത്തിൽ വെച്ച് പേർ വഴി ചാർത്തപ്പെടുവാൻ എല്ലാവരും പോയി. യൗസേപ്പും ദാവീദിന്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്നുകൊണ്ട് യഹൂദയിൽ ദാവീദിന്റെ ബേത്ലഹേം എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിലേക്ക്
ഗലീലായിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്ന് തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടെ പേർ വഴി ആർത്തപ്പെടുവാനായിട്ട് പോയി. അവർ അവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൾ തൻ്റെ ആദ്യപുത്രനെ പ്രസവിക്കുകയും അവർ പാർത്തിരുന്നിടത്ത് സ്ഥലമില്ലായിരുന്നുകൊണ്ട് ശിശുവിനെ വസ്ത്രങ്ങൾ പതിപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മാലാഹ അപ്പോൾ അവരുടെ അടുക്കൽ ചെന്നു കർത്താവിൻ്റെ തേജസ്സ് അവരുടെ മേൽ ശോഭിച്ചു. അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഹ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവകുലത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹാർത്താവെന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്കടയാളം. വസ്ത്രങ്ങൾ പുതുപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് മാലാഹയോടുകൂടെ അനേക സ്വർഗീയ സേനകൾ അവർ പ്രകാരം പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി. ശുഭോ സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. തെശുഭുഗതോ നാലോഹോ ബമറോമേ നല്ലറോ ലബനൈനോ നാലോഹോ ബമറോമേ നല്ലറോ ലബനൈനോ ഉളവാകാ സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ശുഭുഹത്തോ ലാലോഹോ മറോമേ അല്ലവിഫോ ശ്ലോമോ ശൈനോ സബറോത്തോ ബോലബനൈനോ സോ ഉളവാകാ സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ഉളവാകാ സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ഘട്ടങ്ങളിൽ ആകാശത്തിലുള്ള മലാഹമാരും മലാഹമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങൾ നിന്നെ സ്തുതിച്ചു പറയുന്നു. കാലമുകലും നേരം ദൈവത്തിന് സ്തുതിയും ഭൂമി സമാധാനം നിരപ്പും മനുഷ്യർക്കുള്ള ശരണം ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. ശബ്ദം കരയേറ്റുന്നു. സർവ്വപിതാവും സ്വർഗീയ രാജവും ശ്രേഷ്ഠമായ ദൈവമാർത്താവേ നിന്നെയും യേശുമിശിഹായുടെ ദൈവമാർത്താവ് വിശുദ്ധരുടെ നിന്നെയും നിന്റെ സർവ്വത്തിൽ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നതിനും വഹിച്ചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നതിന് വായിച്ചുള്ളവേ നിന്റെ ചെവിയാഴ്ച അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ ആത്മാവത്തോടു കൂടിയിരിക്കുന്നവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധരുടെ യേശുമിശിഹാ നീ മാത്രം പിതാവും ദൈവത്തിന്റെ മത നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. ഞങ്ങൾ ഇതിനോണ്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ വാഴ്ത്തി നീക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമസ്തുതി മഹത്വമുള്ളതും
നീ നീക്ക് മഹത്വങ്ങളും പ്രാബല്യമുള്ളവരുമാകുന്നു. മഹത്തിനും യുക്തമാകുന്ന സ്ഥലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായനെ നിനക്ക് ഓത്തനും സഹായിക്കുമ്പോൾ ചേർച്ചയാവുന്നു. ഇപ്പോഴെല്ലാ സമയത്ത് നീക്കും തന്നെ. ആമീൻ. മോറാനേഷ്മിഷിഹാം നിന്റെ അനുഗ്രഹങ്ങൾ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾ അടയ്ക്കരുതേ. നിങ്ങൾ ഏറ്റുപറയുന്ന ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവ്, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അലാഹ്മാർ അവർ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ശേഷം ആട്ടിടയന്മാർ നമുക്ക് ബേത്ലഹേം വരെ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച പ്രകാരമുണ്ടായ സംഗതി കാണാമെന്ന് പറഞ്ഞു. അവർ ദ്രുതഗതിയിൽ ചെന്ന് മറിയാമിനെയും യോസേഫിനെയും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ടതിന് ശേഷം അവർ ആ ശിശുവിനെ കുറിച്ച് പറയപ്പെട്ട സംഗതി പ്രസിദ്ധമാക്കി. കേട്ടവരെല്ലാവരും ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാം ഈ വാർത്തകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു നിരൂപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പ്രകാരം സകലം കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ ദൈവത്തെ സ്തുതിക്കുകയും പൊഴുത്തുകയും ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.